അല്ല, പൂരം വിവാദം എന്തായാലും നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ടാവില്ലല്ലോ. കാരണം ആ രീതിയിലാണല്ലോ. അപ്പോൾ നിങ്ങൾ പത്രമാധ്യമങ്ങളടക്കം പൂരത്തിൻ്റെ പിന്നിൽ, പൂരം കലക്കിയതിൻ്റെ പിന്നിൽ പിന്നെ ഇടതുപക്ഷ ഗവൺമെൻറ് ആണെന്നുള്ള നിലയിലുള്ള പ്രചരണം ഉണ്ടായല്ലോ. സത്യമായിട്ടുള്ള കാര്യമല്ലേ? അപ്പോൾ അത് ഇടതുപക്ഷ ഗവൺമെൻറ്റും അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികളും ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ സ്ഥാനാർത്ഥിയെ പറ്റി തന്നെ അന്നത്തെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ തന്നെ ഒരുപാട് പ്രചരണം നടന്നല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടായിരുന്നു വി എസ് സുനിൽകുമാർ എന്ന പോലെ ഞാനിവിടുത്തെ MLA ആയിരുന്നു, മന്ത്രി ആയ സമയത്തും അതിന് മുമ്പും ഇപ്പോഴും തൃശ്ശൂർ പൂരമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള വിഘ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരാളായിരുന്നോ ഞാൻ? അല്ല, ഞാൻ എന്നും പൂരത്തോടൊപ്പം നിന്നിട്ടുള്ള, നാളെയും പൂരത്തോടൊപ്പം നിൽക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ അതിൻ്റെ ഒരു പിന്നെ ഇരയാക്കപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്കതിന് വളരെയധികം വിഷമമുണ്ടാക്കിയ ഒരു കാര്യമാണ്. അന്നത്തെ പൂരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പ്രതിക്കൂട്ടിലാക്കപ്പെടുന്ന നിലയിലേക്ക് ആളുകളുടെ ചർച്ച ഉണ്ടാകുന്നു. അതിൻ്റെ ആ രീതിയിലുള്ള പ്രചരണം വ്യാപകമാകുന്നു. ആ പ്രചരണം പിന്നെ BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടി സ്വാഭാവികമായിട്ട് അവർ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചു. അവരതിനു വേണ്ടി അതിൻ്റെ പിന്നിൽ ഞാൻ ചോദിക്കുന്നത് 2:45 മണി നേരത്ത് ഞാനവിടെ വരുന്ന 3:45 നേരത്തെ എത്തുന്നത്. 2:45 മണി നേരത്ത് പിന്നെ BJP സ്ഥാനാർത്ഥിയെ ആംബുലൻസിൽ കൊണ്ടുവരുന്നു. RSS നേതാക്കന്മാർ അവിടെ പ്രത്യക്ഷപ്പെടുന്നു. ഈ തൃശ്ശൂർ ജില്ലക്കാരല്ല, അത് സംസ്ഥാന നേതാക്കന്മാരടക്കമുള്ള ആൾക്കാർ അവിടെ പ്രത്യക്ഷപ്പെടുകയൊക്കെ ചെയ്യുന്നത് യാദൃശ്ചികമാണെന്ന് നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടോ? അപ്പം അത് പുറത്തു വന്നാൽ മതിയാവും. അല്ല, അതൊക്കെ പുറത്ത് കൊണ്ടുവരേണ്ടത് സർക്കാരാണ്. ഞാൻ എൻ്റെ നിഗമനം പറയാൻ ഇവിടെ എനിക്ക് ഇപ്പോൾ താല്പര്യമില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അന്ന് നടന്ന വസ്തുതകളാണ്. ഈ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ അന്നത്തെ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ആ പ്രശ്നങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് ഇപ്പോൾ അന്ന് ഈ പറഞ്ഞ ആളുകൾ പലപ്പോഴും അന്ന് ഈ പൂരത്തിൻ്റെ അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞ ആൾക്കാരും ഇപ്പോൾ എന്താ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്ന ആരും ആവശ്യപ്പെടാത്ത എന്താ അതിൻ്റെ സത്യസ്ഥിതി അറിയാൻ ആർക്കും താല്പര്യമില്ലാത്തതുകൊണ്ടാണോ? അപ്പോൾ സത്യസ്ഥിതി പുറത്തു വരട്ടെ. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ഇപ്പോൾ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ ശരിയുണ്ടോ അല്ലെങ്കിൽ തെറ്റുണ്ടോ എന്നൊക്കെ അപ്പോഴെല്ലാം അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളോടിപ്പോൾ പറയുന്നൊരു കാര്യം. ഇപ്പോൾ 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, 3 മാസം കഴിഞ്ഞു, ഏപ്രിൽ മാസം, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, 4 മാസം കഴിഞ്ഞു. ഇപ്പോൾ സെപ്റ്റംബർ മാസം 2-ാം തീയതിയാണെന്ന്. ഇതുവരെ ആ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ആ റിപ്പോർട്ട് പുറത്തു വിടാൻ ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ചില ആരോപണങ്ങൾ പുതിയതായിട്ട് ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ആ റിപ്പോർട്ട് പുറത്തുവിടണം. ആ റിപ്പോർട്ട് ഞാൻ ആ വിഷയത്തിലൊന്നും പ്രതികരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ അതിനെപ്പറ്റി ഒരു കമന്റും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഈ റിപ്പോർട്ട് പുറത്തു വരട്ടെ. ആ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് എനിക്ക് അഭിപ്രായം പറയാനുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാം. അല്ല, ഞാൻ ഇപ്പോൾ ADGP അജിത് കുമാറായിട്ട് ഞാനും വ്യക്തിപരമായിട്ട് ഞാനിവിടെ മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഇവിടെ അദ്ദേഹം ഇവിടുത്തെ IG ആയിരുന്ന ആളാണ്. വളരെ ബന്ധമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇതൊക്കെ വെച്ച് നമുക്ക് ഇപ്പോൾ എനിക്ക് അതിനെപ്പറ്റിയൊരു അഭിപ്രായം ഇപ്പോൾ അതിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടൊരു കമൻറ്റ് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം അതിന് ഒരുപാട് രാഷ്ട്രീയമായ കാര്യങ്ങളുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എനിക്ക് വ്യക്തമായിട്ട് പറയാനുള്ളൊരു കാര്യം, 1 മാസം കൊണ്ട് പുറത്തു വരും എന്ന് പറഞ്ഞ റിപ്പോർട്ട് ഇപ്പോൾ മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പുതിയ വിവാദങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ അതിൻ്റെ സത്യസ്ഥിതി പുറത്തു വരാൻ വേണ്ടി ആ റിപ്പോർട്ട് അടിയന്തരമായി സർക്കാർ ജനങ്ങളെ അറിയിക്കണം. ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. ജനങ്ങൾക്ക് ഇത് സംബന്ധിച്ച് നാളെ പൂരം നടക്കുമ്പോൾ, ഇപ്പോൾ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് പുതിയതായി കൊണ്ടുവന്ന പൂരമൊന്നുമില്ല. ഇത് ശക്തൻ തമ്പുരാൻ്റെ കാലത്ത് തന്നെ അദ്ദേഹം ഡിസൈൻ ചെയ്തിരിക്കുന്ന ക്ലാസിക്കൽ ഡിസൈനാണ്. അത് ആര് വിചാരിച്ചാലും മാറ്റാനൊന്നും പറ്റുന്ന കാര്യങ്ങളല്ല. ഒരു കടുകുമണിക്ക് പോലും മാറ്റം വരുത്താതെ തന്നെ ഇപ്പോഴും അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെ പിന്നെ തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതിൻ്റെ പരിപൂർണ അധികാര കേന്ദ്രം എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ PESO എന്ന് പറയുന്ന ഏജൻസിയാണ്. അവർ പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ചല്ലാതെ പൂരത്തിൻ്റെ വെടിക്കെട്ടും ഒന്നും നടത്താൻ നമുക്ക് കഴിയില്ല. ഇപ്പോൾ അവിടെ ഹൈഡ്രൻ്റ് വെച്ച് സ്ഥാപിച്ചത് ആ കാലഘട്ടത്തിൽ അവർ പറഞ്ഞനുസരിച്ചാണ്. അപ്പോൾ കേന്ദ്ര നിയമപ്രകാരം എന്തൊക്കെ ഉണ്ടോ ആ കാര്യങ്ങളൊക്കെ എല്ലാ കാലത്തും ഇവിടുത്തെ സർക്കാരുകൾ നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതേ സർക്കാരാണെങ്കിലും ആ UDF സർക്കാരിൻ്റെ കാലത്തും ചെയ്തിട്ടുണ്ട്, LDF സർക്കാരിൻ്റെ കാലത്തും ചെയ്തിട്ടുണ്ട്. തൃശ്ശൂർ പൂരം ഒരിക്കലും തടസ്സപ്പെടാൻ ആഗ്രഹിക്കുന്നവരല്ല തൃശ്ശൂർക്കാരായ ഞങ്ങളാരും തന്നെ. എങ്ങനെ തടസ്സപ്പെട്ടു? ആരാണ് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്? അതിൻ്റെ പിന്നിലുള്ള ആരാണെങ്കിലും എത്ര ഉന്നതനാണെങ്കിലും ആ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാർ ആരാണെന്നുള്ളത് ജനങ്ങൾ അറിയണം. അറിയാൻ വേണ്ടിയിട്ടുള്ള റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടണം എന്നുള്ളതാണ് എനിക്ക്
പറയാനുള്ളത്. മറ്റു കാര്യങ്ങളെപ്പറ്റി ഞാനിപ്പോൾ കമൻറ്റ് ചെയ്യില്ല. ഞാൻ ഇന്ന് ഒരു പത്രക്കുറിപ്പ് കൊടുക്കുന്ന മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് കൊടുക്കും. ഇന്നത്തെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മുഖ്യമന്ത്രിക്ക് സംബന്ധിച്ച് ഒരു കത്ത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാനത് സംബന്ധിച്ച് ഇവിടുത്തെ LDF സ്ഥാനാർത്ഥി ആയിരുന്നു എന്ന നിലയിൽ മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച് അടിയന്തരമായിട്ട് ആ റിപ്പോർട്ട് പുറത്തുവിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തോട് ഒരു കത്ത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അല്ല, ഈ അന്വേഷണം വരണം. ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അന്വേഷണ റിപ്പോർട്ട് കേട്ടാലേ നമുക്ക് പുതിയ അന്വേഷണത്തിന് ആവശ്യമുള്ളൂ. അപ്പോൾ ഇപ്പോൾ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് അടിയന്തരമായിട്ട് പുറത്തുവിടണം. അല്ല, അത് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ വ്യക്തമായ അഭിപ്രായം, പാർട്ടിയുടെ അഭിപ്രായം അന്ന് ഇവിടെ ഉണ്ടായിട്ടുള്ള അനിഷ്ട സംഭവങ്ങളുടെ പിന്നിൽ ചില ഉദ്യോഗസ്ഥന്മാരുടെ നിലപാടുകൾ അന്ന് പ്രത്യേകിച്ച് അന്ന് ഉണ്ടായിരുന്ന കമ്മീഷൻ അടക്കമുള്ള ആളുകളുടെ നിലപാടുകൾ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ പ്രതിഷേധം ഉണ്ടായിരുന്നു. അത് കൈകാര്യം ചെയ്യുന്നതിലുണ്ടായിട്ടുള്ള പാളിച്ചകളെ സംബന്ധിച്ചും അന്ന് ചർച്ചകളുണ്ടായി. ഇതൊക്കെ അന്വേഷിക്കാനാണല്ലോ സർക്കാർ ഒരു കമ്മിറ്റി വെച്ചിരിക്കുന്നത്. അവരന്വേഷിക്കട്ടെ. ആ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണം. അതെനിക്കറിയില്ല ആരാണ് അന്വേഷണം നടത്താൻ പോയിട്ടുള്ളത് എനിക്കറിയാം. എന്നിട്ട് പോലീസിന്റെ അന്വേഷണം അതിനെ സംബന്ധിച്ചുണ്ടായിരുന്നു. സർക്കാർ നിയോഗിച്ചിട്ടുള്ളതാണ്. മുഖ്യമന്ത്രി തന്നെ അന്ന് ക്യാബിനറ്റിൽ തന്നെ തീരുമാനിച്ചതെന്നാണ് എൻ്റെ ധാരണ. അന്ന് കെ രാജനടക്കമുള്ള ആൾക്കാർ എന്നെ വിളിച്ച് പറഞ്ഞത് ഇത് കമ്മീഷൻ മാറ്റാൻ തീരുമാനിച്ചു എന്നും ഈ പുതിയൊരു അന്വേഷണം നടത്താനും തീരുമാനിച്ചു എന്നാണ്. ആരൊക്കെയാണ് അങ്ങനെ അന്വേഷണത്തിലുള്ളതെന്ന് എനിക്കറിയില്ല. ഇനി ആരന്വേഷിച്ചാലും ശരി, ആ റിപ്പോർട്ട് പുറത്തു വരട്ടെ. എന്നാലും നമുക്ക് അതിനെപ്പറ്റി ഇത് ചേരയാണോ മൂർഖനാണെന്ന് പറയാൻ പറ്റുള്ളൂ. അല്ല, ഞാൻ അന്വേഷണമല്ല ആവശ്യപ്പെടുന്നു. ഞാൻ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരണം എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുക്കും. അല്ല, ഞാൻ പറയട്ടെ, ഞാനിപ്പോൾ ഈ പുതുതായിട്ട് വെച്ച കമ്മീഷൻ അല്ലല്ലോ, കമ്മിറ്റി അല്ലല്ലോ, നേരത്തെ വെച്ച കമ്മിറ്റിയാണല്ലോ. അപ്പോൾ ആ നേരത്തെ വെച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ റിപ്പോർട്ടിനകത്ത് സത്യമാണോ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം അറിയാൻ. ഇവിടുത്തെ ഒരു ഈ പൂരവുമായി ബന്ധപ്പെട്ട എല്ലാ നടത്തിപ്പിലും നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ആ റിപ്പോർട്ട് പുറത്തു വന്നാൽ അതിനകത്ത് സത്യമുണ്ടോ അസത്യമുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് കഴിയും. അപ്പോൾ അതിന് അഭിപ്രായം പറയാം. ചില ഹൈന്ദവ സംഘടന RSSന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘടനകളും ഒരു അന്വേഷണം നടത്തിയിരുന്നു. ആ റിപ്പോർട്ട് കൂടെ പുറത്തുവിടേണ്ടല്ലേ ഈ സാഹചര്യത്തിൽ? അല്ല, അത് അവർ നടത്തിയ റിപ്പോർട്ട് അവർ പുറത്തുവിടണോ അവർ തീരുമാനിച്ചോട്ടെ. നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല.